ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്നതിന് രൂപീകരിച്ച റൂൾസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. റിപ്പോർട്ടിന് മന്ത്രിസഭാ അംഗീകാരം നൽകിയാൽ ഉടൻ വിജ്ഞാപനം പുറത്തിറക്കി നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. വ്യക്തി നിയമങ്ങൾക്കപ്പുറം എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന ഏകീകൃത സിവിൽ നിയമം ബിജെപി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമെന്നും പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, ഭാരതം എന്നത് ഒരു ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ വ്യക്തികൾക്കോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്കോ അല്ല പ്രാധാന്യം ഇവിടെ ഉള്ളത്. കാരണം എല്ലാവർക്കും തുല്യമായ ഒരു നിയമം തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് എന്നൊരു പ്രധാന അജണ്ട ബിജെപിക്ക് ഉണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ അത് പരിപാലിച്ചു കൊണ്ടുപോകുമെന്ന് പുഷ്കർ സിംഗ് ധാമി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ദേവിക, ദേശീയ തലത്തിൽ ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കാനുള്ള ആലോചനകൾ, നടപടികൾ കേന്ദ്ര സർക്കാർ തലത്തിൽ പുരോഗമിക്കുമ്പോഴാണ് നിർണായകമായ ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കുന്നതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാർ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം എടുത്തുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരാഖണ്ഡിൽ BJP ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിരുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനം, പ്രചാരണം എന്നുള്ളത് BJP വിജയിച്ച് വീണ്ടും അധികാരത്തിലേറിക്കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ നിയമം, അതായത് വ്യക്തി നിയമങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാ പൗരന്മാർക്കും തുല്യ നിയമം ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനം, എല്ലാവർക്കും തുല്യ നിയമം ഉറപ്പാക്കുക എന്നൊരു നീക്കം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കും എന്നുള്ളത് BJPയുടെ പ്രഖ്യാപിത നിലപാടും ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കും എന്നുള്ളത് BJPയുടെ പ്രഖ്യാപിത നിലപാടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനവുമായിരുന്നു. ഇത്തവണ സർക്കാർ അധികാരത്തിലേറിയ ശേഷം, അതായത് വീണ്ടും പുഷ്കർ സിംഗ് ധാമി അധികാരത്തിലേറിയ ശേഷം കൈക്കൊണ്ടിട്ടുള്ള ഏറ്റവും ആദ്യത്തെ തീരുമാനവും സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കണം എന്നുള്ളതായിരുന്നു. അതിന് പ്രാഥമികമായി കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് വിശദമായ പരിശോധനകൾക്കൊടുവിൽ ബില്ല് തയ്യാറാക്കി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആ ബില്ല് ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കുകയും മാർച്ചിൽ ഗവർണറും രാഷ്ട്രപതിയും ബില്ലിന് അംഗീകാരം നൽകിയിരുന്നു. പിന്നീടാണ് ഈ നിയമത്തിന് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയെ രൂപീകരിച്ചത്. ആ സമിതിയാണ് ഇന്നിപ്പോൾ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഏകീകൃത സിവിൽ നിയമം ഉത്തരാഖണ്ഡിൽ നടപ്പാക്കുന്നതിനുള്ള ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് സർക്കാർ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള അന്തിമ റിപ്പോർട്ട് മന്ത്രിസഭ പരിശോധിക്കുകയും മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്യുന്നതോടുകൂടി ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കും. ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം, അതായത് വിവാഹത്തിനാണെങ്കിലും വിവാഹമോചനമാണെങ്കിലും ഭൂമി കൈമാറ്റം, പിന്തുടർച്ചാവകാശം തുടങ്ങി എല്ലാത്തരം കാര്യങ്ങൾക്കും എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം, വ്യക്തി നിയമങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാ പൗരന്മാർക്കും തുല്യ നിയമം ഉറപ്പാക്കുന്നതാണ് ഏകീകൃത സിവിൽ നിയമം. അത്തരത്തിലാണ് ഉത്തരാഖണ്ഡിൽ അതിൻ്റെ ബില്ല് തയ്യാറാക്കി അത് നിയമമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ നിയമത്തിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അതിന്റെ അന്തിമ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് സർക്കാരിന് മുമ്പാകെ സമിതി കൈമാറിയത്. ഈ റിപ്പോർട്ടിന് മന്ത്രിസഭ അംഗീകാരം നൽകുന്നതോടുകൂടി ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കും. ഗോവയിൽ അത്തരത്തിൽ ഏകീകൃത സിവിൽ നിയമം ഉണ്ടെങ്കിലും അതിന്റെ മുഴുവൻ വ്യാപ്തിയും ഉൾക്കൊണ്ടുകൊണ്ടൊരു പൂർണ്ണമായ ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കുന്ന ഭാരതത്തിലെ ഏറ്റവും ആദ്യത്തെ സംസ്ഥാനം എന്ന പ്രത്യേകതയും ഇതോടുകൂടി ഉത്തരാഖണ്ഡിന് ലഭ്യമാകും. ഉത്തരാഖണ്ഡിന് പിറകെ ഗുജറാത്തും ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളും സമിതി രൂപീകരണവും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കുന്നതിനുള്ള ആലോചനകൾ കേന്ദ്ര സർക്കാർ തലത്തിൽ നടപ്പാക്കുന്നത്. അതായത് BJPയുടെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ് എല്ലാ പൗരന്മാർക്കും അല്ലെങ്കിൽ മുഴുവൻ പൗരന്മാർക്കും തുല്യ നിയമം എന്നുള്ള പ്രഖ്യാപിത നിലപാടാണ് നടപ്പാക്കുന്നത്. ഏതായാലും ഉത്തരാഖണ്ഡ് ഈ വിഷയത്തിലൊരു നിർണായക ചുവടുവെപ്പിനൊരുങ്ങുകയാണ്. മന്ത്രിസഭ അംഗീകാരം നൽകുന്നതോടുകൂടി ആ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇനിയുള്ളത് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഈ നിയമം നടപ്പാക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ പരിശീലനം നൽകേണ്ടതുണ്ട്. അതിൻ്റെ ചട്ടങ്ങൾ വളരെ വിശദമായി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു തുല്യ നിയമം. ജനങ്ങൾ അത് വോട്ട് നൽകിക്കൊണ്ട് ആ വാഗ്ദാനത്തിന് പിന്തുണ അറിയിച്ചു. സർക്കാർ അത് നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പുഷ്കർ സിംഗ് ധാമി ഈ അന്തിമ റിപ്പോർട്ട് സ്വീകരിച്ചതിന് ശേഷം പ്രതികരിച്ചത്.